മറ്റൊരു ടെർമിനോളജിയാണ് ആവറേജ് അറ്റോമിക് മാസ് എന്നുള്ളത്. അതായത് ഒരു എലമെന്റ് നമ്മുടെ നേച്ചറിൽ ഒക്കർ ചെയ്യുന്നത് ഒറ്റ ഒരു എലമെന്റ് ആയിട്ടല്ല, വിവിധ എലമെന്റിന്റെ തന്നെ മറ്റ് പല രൂപങ്ങളിലാണ്. ഐസോട്ടോപ്സ് എന്ന് പറയും. ദ നമ്പർ ഓഫ് നാച്ചുറലി ഒക്കറിംഗ് എലമെന്റ്സ് എക്സിസ്റ്റ് ആസ് മോർ ദാൻ വൺ ഐസോട്ടോപ്പ്, ആൻഡ് ഇൻ സച്ച് എ കേസ് വി ഫൈൻഡ് ഔട്ട് ദ ആവറേജ് അറ്റോമിക് മാസ് ഓഫ് എൻ എലമെന്റ്. എക്സാമ്പിൾ നോക്കി, കാർബൺ 12. കാർബൺ പല രൂപത്തിൽ കാണപ്പെടുന്നു. കാർബൺ 12 എന്ന് പറയുന്ന ഐസോട്ടോപ്പ്, കാർബൺ 13, കാർബൺ 14. അവരുടെ അറ്റോമിക് മാസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 12, 13, 14. ഇനി അവരുടെ അബണ്ടൻസ് നോക്കുക. 98.89% കാർബൺ 12, 1.1% കാർബൺ 13. ട്രേസ് എമൗണ്ട്സ് മാത്രമേ ഉള്ളൂ കാർബൺ 14. റേഡിയോ ആക്റ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ആവറേജ് അറ്റോമിക് മാസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അവരുടെ ടോട്ടൽ അബണ്ടൻസ് 98.892 ഡിവൈഡ് ബൈ 100 ഇൻറ്റു അത് കാർബൺ 12ന്റെ നമ്പറാണ്, പ്ലസ് 1.108 ഡിവൈഡ് ബൈ 100 അത് 13ന്റെ കാർബൺ 13ന്റെ അളവാണ്, പ്ലസ് അതിന്റെ എല്ലാത്തിൻ്റെ ആവറേജ് എടുക്കുക. C14ന്റെ ട്രേസ് എമൗണ്ട് 2 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു 14. 2 ഇൻറ്റു 10 മേളിൽ കൊടുത്തിരിക്കുന്നത് 2 ഇൻറ്റു 10⁻10 ആണ്. ഡിവൈഡ് ബൈ 100 കൂടെ എടുക്കുമ്പോൾ പെർസെൻറ്റേജ് ആക്കുമ്പോൾ 2 ഇൻറ്റു 10⁻12 എന്നായി. അപ്പോൾ അവരുടെ ആവറേജ് എന്ന് പറയുന്നത് 12.011 യൂണിഫൈഡ് മാസ്. അതുകൊണ്ടാണ് റൗണ്ട് ചെയ്ത് നമ്മൾ അതിനെ 12 എന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്, ആവറേജ് അറ്റോമിക് മാസ്. ഇതുപോലെ ഓക്സിജന്റെ എടുക്കാം, ക്ലോറിന്റെ എടുക്കാം. നമുക്ക് അതെല്ലാം കിട്ടുന്നത് ക്ലോറിന്റെ ആണെങ്കിൽ 35.5 എന്നൊക്കെയാണ്. അപ്പൊ അത് കിട്ടുന്നത് ഈ ഒരു അബണ്ടൻസിന്റെ അളവ് കൂടി കണക്ക് ചെയ്തുകൊണ്ടാണ്. ഇനി മറ്റൊരു ടേം ആണ് ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ്. When an atomic mass of an element is expressed in grams, it is referred as gram atomic mass. അല്ലെങ്കിൽ മറ്റൊരു രീതി നമുക്ക് ഡിഫൈൻ ചെയ്യാം, 1 gram atom of an element. Thus 1 gram atom or gram atomic mass of nitrogen is 14 gram. ഒരു ഗ്രാം ആറ്റത്തിന്റെ ഭാരം എന്ന് പറയുന്നത് 14 ഗ്രാമാണ്. കാർബണിൻ്റെതോ ഗ്രാം അറ്റോമിക് മാസ് 12 ഗ്രാം. എന്താണ് മോളിക്കുലർ മാസ്? മോളിക്കുലർ മാസ് may be defined as the average relative mass of an molecule of the substance when compared to an atom of carbon 12 isotope taken as 12U. ഇനി അതിനെ the molecular mass of a substance can be calculated by adding the atomic masses of all the atoms present in one molecule of the substance. ഒരു മോളിക്യൂളിനകത്തുള്ള എല്ലാ ആറ്റങ്ങളുടെയും അറ്റോമിക് മാസസ് എഴുതി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലർ മാസ് കിട്ടും. എക്സാമ്പിൾ നോക്കി, മോളിക്കുലർ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് 2 ഹൈഡ്രജൻ, 2 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് അറ്റോമിക് മാസ് ഓഫ് സൾഫർ പ്ലസ് 4 ഓക്സിജൻ, 4 ഇൻറ്റു അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ, that is equal to 2 into 1 plus 32 plus 4 into 16, 98U. ഇനി അതിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് GMM എന്ന് പറയും. ഗ്രാം മോളിക്കുലർ മാസ് അല്ലെങ്കിൽ ഗ്രാം മോളിക്യൂൾ. When the molecular mass of a substance is expressed in gram is called gram molecular mass. ഇനി മറ്റൊരു ടേം ആണ് ഫോർമുല മാസ്. നമ്മുടെ സിലബസിൽ ഇല്ല എങ്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫോർമുല മാസ് എന്ന് പറയുന്നത് the formula mass of a substance can be defined as the sum of the atomic masses of all the atoms present in a formula unit of an ionic compound. Ionic കോമ്പൗണ്ടുകളിൽ, അതായത് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് തുടങ്ങിയ അയോണിക് കോമ്പൗണ്ടുകളിൽ ഓരോരുത്തരുടെ അറ്റോമിക് മാസസ് നമ്മൾ എഴുതി കൂട്ടിയാൽ കിട്ടുന്നതാണ് ഫോർമുല മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോളിക്കുലർ ഫോർമുല തന്നെയാണ് ഇത് അയോണിക് കോമ്പൗണ്ടിലാണ് എന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ജസ്റ്റ് ലൈക്ക് ദ മോളിക്കുലർ മാസ്, it is found by adding the atomic masses of the atoms present in one formula unit. Example, for formula mass of NaCl, that is equal to atomic mass of sodium plus atomic mass of chlorine, 23 plus 35.5, 58.5. Gram formula mass represents formula mass expressed in grams. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശയമാണ് 10ാം ക്ലാസ്സിലും 9ലും ഒക്കെ വെച്ച് നമ്മൾ പഠിക്കുന്ന ഒന്നാണ് മോൾ കോൺസെപ്റ്റ്. ഇന്റർനാഷണൽ മോൾ ഡേ എന്നാണ് ഒക്ടോബർ 23. ഒക്ടോബർ 23ക്കാണ് ഇന്റർനാഷണൽ മോൾ. അതുകൊണ്ടാണ് 10⁻23 എന്ന് വന്നിരിക്കുന്നത്. ഇൻ SI system, mole has been included as a quantity
for the amount of a substance. 1 mole is defined as the amount of a substance that contains as many particles or entities as there are atoms in exactly 12 gram of carbon-12 isotope. Carbon-12 ഐസോട്ടോപ്പിന്റെ 12 ഗ്രാം എടുത്താൽ അതിനകത്ത് എത്രത്തോളം പാർട്ടിക്കിൾസ് ഉണ്ടോ ആ പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനെയാണ് 1 മോൾ എന്നതുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ഊഹമാണ്. അത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അവഗാഡ്രോ ആണ്. അവഗാഡ്രോ ആയതുകൊണ്ട് അതിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ എന്ന് നമുക്ക് വിളിക്കാം. അക്കോർഡിംഗ് ടു അവഗാഡ്രോ 1 മോൾ ഇസ് 6.022 into 10⁻23. ഒരു 10 വർഷം മുമ്പ് ലീ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതിനെ ഒന്ന് മുഴുവൻ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അദ്ദേഹം പറയുന്നു, അക്കോർഡിംഗ് ടു ലീ 1 മോൾ ഇസ് 12.429 into 10⁻23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവഗാഡ്രോ കൊണ്ടുവന്ന നമ്പറിന്റെ ജസ്റ്റ് ഡബിൾ ആണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്ന മോൾ എന്ന് പറയുന്നത്, മോളിന്റെ നമ്പർ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇത് എത്രയുണ്ട് എന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നമുക്ക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. അതായത് carbon-12 ഐസോട്ടോപ്പ് എടുക്കുകയാണെങ്കിൽ അതിൽ 12 ഗ്രാം carbon-12 ഐസോട്ടോപ്പ് എടുത്താൽ അതിൽ എത്രമാത്രം പാർട്ടിക്കിൾസ് ഉണ്ടോ ആ പാർട്ടിക്കിൾസിന്റെ എണ്ണത്തിനെയാണ് നമ്മൾ 1 മോൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുക. The number of particles, that is atoms, molecules, ions present in 1 mole of a given substance is 6.022 into 10⁻23, which is an experimentally obtained value. അത് ഈ അവഗാഡ്രോ നടത്തിയ എക്സ്പെരിമെന്റൽ വഴിയായിട്ട് കിട്ടിയ വാല്യൂ ആണ്. പക്ഷേ കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയതല്ല. അദ്ദേഹത്തിനും കിട്ടിയത് ഒരു ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദിസ് നമ്പർ ഓഫ് എൻറ്റൈറ്റീസ് ഈസ് അസൈൻഡ് എ സെപ്പറേറ്റ് നെയിം ആൻഡ് ഇറ്റ് ഈസ് നെയിംഡ് ആസ് അവഗാഡ്രോസ് നമ്പർ അല്ലെങ്കിൽ അവഗാഡ്രോസ് കോൺസ്റ്റന്റ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് NA എന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ്. അത് അവഗാഡ്രോയുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സോ 1 മോൾ is equal to 6.022 into 10⁻23 atoms or molecules or ions. നമുക്കിനി ആ മോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കണം. തുടർന്നുള്ള നോട്ടുകളിൽ ഈ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസ് കുറച്ച് തന്നിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഫോർമുല മാസ് എന്താണെന്നും ഒക്കെ നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എഴുതിയ നോട്ട്, പ്രിന്റഡ് നോട്ടല്ല, എഴുതിയ നോട്ടിൽ. ഫോർ എനി എലമെന്റ്സ് 1 മോൾ കണ്ടെയ്ൻ 6.022 into 10⁻23. ആ 22 കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റുകൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് 23 6.023 into 10⁻23 എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. നോട്ടിലെല്ലാം 6.023 into 10⁻23 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. 1 മോൾ ഓഫ് ഹൈഡ്രജൻ കണ്ടെയ്ൻസ് 6.023 into 10⁻23 atoms. അതുപോലെ 1 മോൾ ഓഫ് ഓക്സിജൻ കണ്ടെയ്ൻസ് 6.023 into 10⁻23 atoms. 1 മോൾ ഓഫ് H2O കണ്ടെയ്ൻസ്, അതൊരു കോമ്പൗണ്ട് ആണ്, അതുകൊണ്ട് മോളിക്യൂൾസ് 6.023 into 10⁻23 മോളിക്യൂൾസ്. 1 മോൾ ഓഫ് ഓക്സിജൻ കണ്ടെയ്ൻസ്, അതും ഒരു മോളിക്യൂൾ ആണ്, അതുകൊണ്ട് 6.023 into 10⁻23 മോളിക്യൂൾസ്. 1 മോൾ ഓഫ് NaCl contains 6.023 into 10⁻23 molecules. നമുക്ക് ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു. വെയിറ്റ് ഓഫ് 1 മോൾ ആറ്റം ഇസ് ഈക്വൽ ടു ആറ്റങ്ങളുടെ 1 മോൾ എടുത്ത് നമ്മൾ അതിന്റെ വെയിറ്റ് എടുത്ത് നോക്കിയാൽ അതെന്ന് പറയുന്നത് അറ്റോമിക് മാസിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് താഴോട്ട് കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഇസ് ഈക്വൽ ടു ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് 1 gram. വെയിറ്റ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഇസ് ഈക്വൽ ടു ഓക്സിജന്റെ അറ്റോമിക് മാസ് 16 gram. അതായത് മേളത്തെ ആ ബോക്സ് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യണം. വെയിറ്റ് ഓഫ് 1 മോൾ ആറ്റം ഇസ് ഈക്വൽ ടു അറ്റോമിക് മാസ്. ദെൻ വെയിറ്റ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇസ് ഈക്വൽ ടു 12 gram. വെയിറ്റ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് നൈട്രജൻ ആറ്റംസ് ഇസ് ഈക്വൽ ടു 14 gram. ഇനി ആറ്റത്തിന് ഒരു മോളിക്യൂൾ ആയാലോ, വെയിറ്റ് ഓഫ് 1 മോൾ മോളിക്യൂൾ ഇസ് ഈക്വൽ ടു മോളിക്കുലർ മാസ്. Weight of Avogadro number of H2 molecule is equal to 2 gram. Weight of Avogadro number of O2 molecule is equal to 32 gram. Weight of Avogadro number of carbon molecule is equal to 24 gram. Weight of Avogadro number of nitrogen molecule is equal to 28 gram. Atom ആയിരുന്നെങ്കിൽ 14 gram. ഇവിടെ മോളിക്യൂൾ ആയതുകൊണ്ട്
അത് 28 gram. H2O molecule 18 gram. Ammonia molecule 17 gram. The mass of 1 mole of a substance in gram is called molar mass. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു 1 mole of substance, mass of 1 mole of a substance ന് പകരം molar mass എന്ന് കൊടുക്കാം. Molar mass of H2O is equal to 18 gram. Molar mass of carbon dioxide is equal to 44 gram. Molar mass of glucose is equal to 180 gram. അങ്ങനെയാണെങ്കിൽ തൊട്ട് താഴോട്ട് തന്നിരിക്കുന്ന പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 32 gram ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ 32 gram എടുത്താൽ 32 gram. രണ്ടാമത്തെ ചോദ്യം 6 gram ഓഫ് കാർബൺ, 4 grams ഓഫ് ഓക്സിജൻ. ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. 32 gram ഓഫ് ഹൈഡ്രജൻ. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ആറ്റംസ് കിട്ടും. ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ n is equal to W/m. n is equal to W/m. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ്, W എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഭാരം, ഡിവൈഡ് ബൈ m എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലർ മാസ്. അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഭാരം 32 ഡിവൈഡ് ബൈ ഹൈഡ്രജന്റെ അതിന്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 2, ദാറ്റ് ഇസ് ഈക്വൽ ടു 16 മോൾ. ഈ മോളിനെ ആറ്റം ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? H2 എന്നാണ്, അതായത് മോളിക്കൂളാണ്. മോളിക്കൂളിനെ ആറ്റം ആക്കണമെങ്കിൽ ആ മോളിക്കൂളിന്റെ നമ്പർ നോക്കുക. അത് എത്ര ആറ്റങ്ങൾ ചേർന്നതാണ് മോളിക്കൂൾ നോക്കുക. അപ്പൊ 2 ആറ്റങ്ങൾ ചേർന്നതാണ് ഹൈഡ്രജൻ മോളിക്കൂൾ. അതുകൊണ്ട് ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 2 × 16 × അവഗാഡ്രോ നമ്പർ. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് തൊട്ട് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് moles of nitrogen is equal to given mass divided by atomic mass into molecular mass. n is equal to W/m. Number of atoms കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്പർ ഓഫ് ആറ്റംസ് is equal to n × അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇനി രണ്ടാമത്തെ ചോദ്യം 6 gram ഓഫ് കാർബൺ, നമ്പർ ഓഫ് മോൾസ് is equal to തന്നിരിക്കുന്ന ഭാരം 6 ഡിവൈഡ് ബൈ കാർബണിന്റെ അറ്റോമിക് മാസ് 12, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.5 മോൾ. നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു 0.5 × അവഗാഡ്രോ. 4 മോൾസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഓർത്തോണം, ഓക്സിജൻ സ്വതന്ത്രമായിട്ട് ഓക്സിജൻ ആറ്റമായിട്ട് നിൽക്കുന്നില്ല, ഓക്സിജൻ മോളിക്കൂൾ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് 4 മോൾസ് ഓഫ് ഓക്സിജൻ ഇസ് ഈക്വൽ ടു എന്നുള്ളതാണ്. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? 4 മോൾസ് എന്നാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ 4 മോൾസ് ഓഫ് ഓക്സിജൻ, 4 × 2 × അവഗാഡ്രോ നമ്പർ. 4 moles of oxygen atoms. Calculate the number of atoms present in 48 moles of helium. 48 gram of helium. 48 units of helium. ഇത് ഒരു പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. 48 മോൾസ് ഓഫ് ഹീലിയം. ഇപ്പൊ മോൾസ് നേരിട്ട് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇതൊരു മോണോ അറ്റോമിക് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്ന 48 × അവഗാഡ്രോ നമ്പർ. അത്രയും ആറ്റംസ്. ഇനി അടുത്തത് 48 gram ഓഫ് ഹീലിയം. ഇപ്പൊ ഗിവൺ മാസ് എന്ന് പറയുന്നത് 48 gram ആണ്. ഇനി അതിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 4 ആണ്. കാരണം അതൊരു മോണോ അറ്റോമിക് ആണ്. അതുകൊണ്ട് അറ്റോമിക് മാസ് ഇസ് ഈക്വൽ ടു 4. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു 48 ഡിവൈഡ് ബൈ 4, ദാറ്റ് ഇസ് ഈക്വൽ ടു 12 മോൾസ്. അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു 12 × അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ്. ഇനി 48 യൂണിറ്റ്സ് ഓഫ് ഹീലിയം. മൂന്നാമത്തെ ചോദ്യം. യൂണിറ്റ്സ് എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് മാസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേം ആണ് യൂണിറ്റ്. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു 48 ഡിവൈഡ് ബൈ 4, 12 മോൾസ്. ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് മാസ് ഓഫ് ഹീലിയം ഇസ് ഈക്വൽ ടു 4 യൂണിറ്റ്സ്. Therefore, number of atoms is equal to 12 × Avogadro number. മറ്റൊരു സീരീസ്. Calculate the number of molecules present in 64 gram of O2, 64 units of O2, 64 moles of oxygen, 64 moles of oxygen atom. 4 ടൈപ്പ് ആണ്. ആദ്യത്തത് 64 gram of oxygen O2 എന്ന് പറയുമ്പോൾ അതൊരു മോളിക്കൂളാണ്. തന്നിരിക്കുന്ന ഭാരം 64 ഡിവൈഡഡ് ബൈ അതിന്റെ മോളിക്കുലർ മാസ്. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു 64 ഡിവൈഡ് ബൈ 32, 2 മോൾസ്. Therefore, number of molecules is equal to 2 × Avogadro number of molecules. രണ്ടാമത്തെ ചോദ്യം 64 യൂണിറ്റ്സ് ഓഫ് ഓക്സിജൻ. മോളിക്കുലർ മാസ്
of oxygen is equal to 32. Number of moles is equal to 64 divided by 32, 2 moles. Therefore, number of molecules is equal to 2 into Avogadro number of molecules. Then, മൂന്നാമത്തെ ചോദ്യം 64 moles of O2. ഇപ്പോൾ മോൾസ് ഇങ്ങ് തന്നിരിക്കുകയാണ്, അതുകൊണ്ട് അതിനെ നമ്മൾ മോളിക്യൂളിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു 64 into Avogadro number of molecules. അടുത്ത നാലാമത്തെ ചോദ്യം ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം അതൊരു ഓക്സിജൻ ആറ്റത്തിനെ സംബന്ധിച്ചാണ് തന്നിരിക്കുന്നത്. 64 മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റം. അപ്പോൾ ഓക്സിജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് 2 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആദ്യം ഈ ഓക്സിജൻ ആറ്റങ്ങളിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് നോക്കുക. ഇപ്പൊ 64 മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ആറ്റം ഇസ് ഈക്വൽ ടു 64. 64 ഇസ് ഈക്വൽ ടു W/m. എം നമുക്കറിയാം 32 ആണ്. ആറ്റം ആയതുകൊണ്ട് അറ്റോമിക് മാസ് 64 ഇസ് ഈക്വൽ ടു W ഡിവൈഡ് ബൈ 16. അതുകൊണ്ട് W ഇസ് ഈക്വൽ ടു 64 ഇൻറ്റു 16, 1024 ഗ്രാം. 1024 ഗ്രാമിൽ എത്ര മോൾസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, അറ്റോമിക് മാസിന് പകരം മോളിക്കുലർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾ ഇസ് ഈക്വൽ ടു 1024 ഡിവൈഡ് ബൈ 32, ദാറ്റ് ഇസ് ഈക്വൽ ടു 32 മോൾസ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു 32 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി മറ്റൊരു ചോദ്യം ഇച്ചിരി വിഭിന്നമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ 24 ഗ്രാം ഓഫ് കാർബൺ. കാർബൺ 24 ഗ്രാം കാർബൺ തന്നിട്ടുണ്ട്, അതിൽ എത്രത്തോളം ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ അതിനെ മോൾസിലോട്ട് കൺവേർട്ട് ചെയ്യണം, മോൾസിനെ ആറ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഒരു ആറ്റത്തിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ആ ഇലക്ട്രോണിന്റെ നമ്പർ വെളിപ്പെടുത്തിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റത്തിലൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യത്തിന് ഉത്തരമായി. ആദ്യം ചെയ്യേണ്ടത് നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 12, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 മോൾ. 2 മോളിനകത്ത് എത്ര ആറ്റങ്ങളുണ്ട്? നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഇനി നമുക്കറിയാം ഒരു കാർബൺ ആറ്റത്തിനകത്ത് 6 ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 2 മോൾ, 6 ഇൻറ്റു 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇത്രമായി. ഇനി മറ്റൊരു ചോദ്യം, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 16 ഗ്രാം ഓഫ് സൾഫർ. അറ്റോമിക് മാസ് ഓഫ് സൾഫർ 32 തന്നിട്ടുണ്ട്. അതിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് S8 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് 16 ഗ്രാം ഓഫ് സൾഫർ ആണ്. അപ്പൊ ഗിവൺ മാസ് 16 ഗ്രാം, അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 32 ഗ്രാം. അതുകൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 16 ഡിവൈഡ് ബൈ 32.5 മോൾ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? നമ്പർ ഓഫ് ആറ്റംസ് ഇസ് ഈക്വൽ ടു 0.5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ, 3.011 ഇൻറ്റു 10⁻23 ആറ്റംസ്. ഇനി ചോദ്യത്തിലേക്ക് പോവുക. ഗിവൺ മാസ് ഇസ് ഈക്വൽ ടു 16 ഗ്രാം, മോളിക്കുലർ മാസ് ഇസ് ഈക്വൽ ടു S8, അതായത് 32 ഇൻറ്റു 8, 256 ഗ്രാം. അങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു 16 ഡിവൈഡ് ബൈ 256, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.0625 മോൾ. അതിനെ നമ്മൾ മോളിക്യൂൾസിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു 0.0625 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മറ്റൊരു ചോദ്യം, എക്സ്പ്രസ് ഇൻ മോൾസ് 4 ഗ്രാം ഓഫ് ഓക്സിജൻ ആറ്റം, 21 ഗ്രാം ഓഫ് നൈട്രജൻ ഗ്യാസ്, 27 ഗ്രാം ഓഫ് H2O. ഇപ്പൊ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണിത്. 4 ഗ്രാം ഓഫ് ഓക്സിജൻ ആറ്റം. ഇപ്പൊ ഗിവൺ മാസ് 4 ഡിവൈഡ് ബൈ ആറ്റം ആയതുകൊണ്ട് അറ്റോമിക് മാസ്. ഇപ്പൊ N ഇസ് ഈക്വൽ ടു W/m 4 ഡിവൈഡ് ബൈ 16, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.25 മോൾസ്. മറ്റൊന്ന് 21 ഗ്രാം ഓഫ് നൈട്രജൻ ഗ്യാസ്. നൈട്രജൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. ഇപ്പൊ N2 ആണ് അവിടെ തന്നിരിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് നൈട്രജൻ ഗ്യാസ് N ഗ്യാസ് എന്നാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ 21 ഗ്രാം ഓഫ് നൈട്രജൻ ഗ്യാസ് N ഇസ് ഈക്വൽ ടു തന്നിരിക്കുന്ന ഭാരം 21 ഡിവൈഡ് ബൈ നൈട്രജന്റെ മോളിക്കുലർ മാസ് 28, ദാറ്റ് ഇസ് ഈക്വൽ ടു 0.75 മോൾ. മൂന്നാമത്തെ ചോദ്യം, 27 ഗ്രാം ഓഫ് H2O. ഇപ്പൊ ഈ 27 ഗ്രാം ഗിവൺ മാസ് 27, H2O യുടെ മോളിക്കുലർ മാസ് 18. ഇപ്പൊ N ഇസ് ഈക്വൽ ടു W/m 27 ഡിവൈഡ് ബൈ 18, 1.5 മോൾ. മറ്റൊരു ചോദ്യം, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് an atom of silver Ag. Atomic mass is 108 gram. Then molecule of H2O. തന്നിരിക്കുന്നത് ചോദ്യം എന്ന് പറയുന്നത് the mass of one atom ആദ്യം കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ചോദ്യം mass of one molecule of H2O കണ്ടുപിടിക്കണം. ഇത് നമുക്കറിയാവുന്ന ഒരു ബോക്സ് ആണ്.
weight of one atom into Avogadro number is equal to atomic mass. Weight of one atom into Avogadro number is equal to atomic mass. നമുക്ക് വേണ്ടുന്നത് weight of one atom ആണ്. Weight of one atom of silver is equal to atomic mass divided by Avogadro number. 108 divided by 6.022 into 10 raised to 23. 1.79 into 10 raised to minus 22 gram. Weight of one molecule of H2O. അവിടെ നമുക്ക് വെളി കൊടുത്തിരുന്ന അതേ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. Weight of one molecule into Avogadro number is equal to molecular mass. Weight of one molecule into Avogadro number is equal to atomic mass. Weight of one molecule of H2O is equal to molecular mass divided by Avogadro number. Molecular mass എന്ന് പറയുന്നത് 18 ആണ്. Divided by Avogadro number. That is equal to 2.98 into 10 raised to minus 23 gram എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമുക്ക് ആ തന്നിരുന്ന അവഗാഡ്രോ മോൾ കോൺസെപ്റ്റിന്റെ എല്ലാ ഇക്വേഷൻസിനെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ഇങ്ങനെ പറയാം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഇൻ ഗ്രാം, അതായത് തന്നിരിക്കുന്ന ഭാരം ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് എം. രണ്ടാമത്തെ ഒരു ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ഇക്വേഷൻ ഗ്യാസിനെ സംബന്ധിച്ചാണ് തരുന്നതെങ്കിൽ വോളിയം ഓഫ് ദ ഗ്യാസ് അറ്റ് STP, given volume at STP divided by molar volume at STP. Molar volume of at STP എന്ന് പറയുന്നത് 22.4 ലിറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ 22,414 ml. ഇത് 22.4 ലിറ്റേഴ്സ് എന്നും മറ്റേത് 22,414 ml എന്നും കൊടുക്കണം. ഇനി മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് M is equal to number of moles into molecular mass അല്ലെങ്കിൽ molar mass. Mass of an atom is equal to atom ആയതുകൊണ്ട് atomic mass divided by Avogadro number. Mass of a molecule is equal to molecular mass divided by Avogadro number. Number of particles is equal to number of moles into Avogadro number. അങ്ങനെയാണെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് അവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയതിന് ശേഷം സംശയമുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻസും എല്ലാം അവിടെ തന്നിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.